നമസ്കാരം, ഞാൻ ഡേയ്സൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. 3 കുട്ടികൾ, അവർ ഭയങ്കര കൂട്ടുകാരാണ്. ഇവർ 3 പേരും ഈ കുടുക്കയ്ക്കകത്ത് പൈസ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഈ ഒന്നാമത്തെ കുട്ടി, ആ കുട്ടി ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അവൻ്റെ കയ്യിലുള്ള കുടുക്കയിലേക്ക് എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് 10 രൂപ വെച്ചിടും. ഇതിങ്ങനെ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കുട്ടി, അവൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ എല്ലാ ദിവസവും ഇടുവൊന്നുമില്ല, ഇടയ്ക്കൊക്കെ. ഇപ്പോൾ ഇടയ്ക്ക് അങ്കിള് ഒരു 100 രൂപ കൊടുത്തു, അത് കുടുക്കയിലേക്ക് ഇടും. കുറച്ച് കാലം കഴിഞ്ഞപ്പം ആൻറ്റി ഒരു 50 രൂപ കൊടുത്തു, അതും കുടുക്കയിലേക്ക് ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു 75 രൂപ കൊടുത്തു, അതും കുടുക്കയിലേക്ക് ഇട്ടു. അങ്ങനെ കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും കൈ ക്യാഷ് വരുന്ന പോലെ ഈ കുടുക്കയിലേക്ക് ഇടുന്നു. ഇനി മൂന്നാമത്തെ കുട്ടി, അവൻ ഈ ഒന്നാമത്തെ കുട്ടി ചെയ്ത പോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് 10 രൂപ വെച്ച് ഈ കുടുക്കയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ ഇടയ്ക്ക് കിട്ടുന്ന പൈസ, അച്ഛൻ കൊടുക്കുന്ന 75 രൂപ, വല്ലപ്പോഴും അമ്മാവൻ കൊടുക്കുന്ന 50 രൂപ, അങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന എത്രയാണോ അതും ഇതേ കുടുക്കയിലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് ഇടും. ഇങ്ങനെ കുറേ കാലം ഇവർ കുടുക്കയിൽ പൈസ ഇട്ടു, കുടുക്ക നിറഞ്ഞു, കുടുക്കയ്ക്കകത്ത് ഒരു വലിയ തുകയായി. ഇനി ഈ കുടുക്കയ്ക്കകത്ത് പൈസ എടുക്കണം. ഈ കുടുക്കയ്ക്കകത്ത് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് 2 മാർഗങ്ങൾ ഇവരുടെ മുമ്പിലുണ്ട്. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് കുടുക്ക പൊട്ടിക്കുക, പൈസ മുഴുവൻ ഒറ്റയടിക്ക് ഇങ്ങോട്ട് എടുക്കുക. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് കുടുക്കയ്ക്ക് ഒരു ചെറിയ ദ്വാരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ദ്വാരത്തിൽ കൂടെ ഒന്നുകിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും കൃത്യമായ ഒരു തുക, 10 രൂപയാണെങ്കിൽ 10 രൂപ, 20 രൂപയാണെങ്കിൽ 20 രൂപ, 30 രൂപയാണെങ്കിൽ 30 രൂപ, അത് കൃത്യമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം കഥ മനസ്സിലായെങ്കിൽ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മുടെ നാട്ടിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് ജനകീയമായത്. അപ്പം ആ ഒരു 5 കൊല്ലത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ വളരെ പോപ്പുലറായി മാറിയ ഒരു വാക്കാണ് SIP എന്നുള്ളത്. പിന്നീട് നമ്മൾ ഉയർന്നു കേട്ട ഒരു വാക്കാണ് SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. എന്നാൽ ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്താണ് എന്ന് ആളുകൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. ബഹുഭൂരിപക്ഷം അങ്ങനെയാണ്. പല ആൾക്കാർക്കും അതിനെപ്പറ്റി തെറ്റിദ്ധാരണകളാണ് ഉള്ളത്. തെറ്റായി ധരിച്ചു വെച്ചിരിക്കുകയാണ് പല കാര്യങ്ങളും ഈ SWPയെ പറ്റി. മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് പിൻവലിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് SWP എന്ന് പറയുക. ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പല മാർഗങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 2 മാർഗങ്ങൾ, ഒന്ന് ലംസം മെത്തേഡ്, 2 SIP. ഈ ലംസമായിട്ടോ അല്ലെങ്കിൽ SIP ആയിട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടെ ആയിട്ടോ ഒക്കെ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോർപ്പസ്, അത് ഘട്ടം ഘട്ടമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓട്ടോമേറ്ററായിട്ട് പിൻവലിക്കുന്ന ഒരു രീതിയാണ് SWP എന്ന് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കോർപ്പസിൽ നിന്ന് എല്ലാ മാസവും കൃത്യമായ ഒരു തുക ഇങ്ങനെ പിൻവലിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ 3 മാസം കൂടുന്തോറും അല്ലെങ്കിൽ എല്ലാ വർഷവും കൃത്യമായ ഒരു തുക ഇങ്ങനെ പിൻവലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഈ SWP കൊണ്ട് ഉദ്ദേശിക്കുക. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, SWP പറ്റുള്ളൂ. ഈ പല ആൾക്കാരും കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്കൊരു SWP സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ആളുകൾ ഈ SWPയെ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ഒരു കോർപ്പസ് ഉണ്ടാക്കുക, അതിനുശേഷം മാത്രം SWP, പണം പിൻവലിക്കാനുള്ള ഒരു രീതി, അത് മാത്രമാണ് ഈ SWP എന്ന് പറയുക. അപ്പം പിന്നെയുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആൾക്കാരുടെ ഇടയ്ക്ക്. ആൾക്കാരൊക്കെ പൊതുവെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു തുക ലംസമായിട്ട് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ സപ്പോസ് ഒരു 50 ലക്ഷം രൂപ കയ്യിലുണ്ട്, അത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അടുത്ത മാസം മുതൽ SWP ആരംഭിച്ചുകൂടെ എന്ന്. ആരംഭിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ചെറിയൊരു മണ്ടത്തരമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 ലക്ഷം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അടുത്ത മാസം മുതൽ 25,000 പിൻവലിക്കുമ്പോൾ ചിലപ്പോൾ അത്രയും ഗ്രോത്ത് നമ്മുടെ ആ ഫണ്ടിന് ഉണ്ടായിരിക്കണമെന്നില്ല ആ ഒരു ഷോർട്ട് പീരീഡിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പിൻവലിക്കുന്നത് നമ്മുടെ ആ ഒരു പ്രിൻസിപ്പാൾ എമൗണ്ടിൽ നിന്ന്, അതായത് നമ്മുടെ ആ ക്യാപിറ്റലിൽ നിന്ന് ആകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനെ കുറച്ചു കാലം വളരാൻ വേണ്ടി വിടുക. എത്ര കാലം വിടണം? ഒരു 3 ഇയർ എങ്കിലും, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു 5 ഇയർ എങ്കിലും അതിനെ വളരാൻ വേണ്ടി വിടുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? SWP ആരംഭിക്കുക. ഇനി രണ്ടാമതായിട്ട് പലരും പറയുന്ന ഒരു കാര്യമാണ്,
നമ്മളൊരു എമൗണ്ട് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിനുശേഷം SWP ആരംഭിക്കുന്നു, ഇങ്ങനെ വിഡ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നമ്മുടെ ആ കോർപ്പസ് ഒരിക്കലും തീരില്ല, അത് അവിടെ തന്നെ ഉണ്ടാകും, അത് പിന്നെയും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പിൻവലിക്കുന്ന പൈസ നമുക്ക് ലാഭം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതായത് കടലിൽ നിന്ന് വെള്ളം കോരുന്ന പോലെയാണ്, അങ്ങനെ കോരിക്കൊണ്ടിരിക്കുക, അത് തീരുവൊന്നുമില്ല, പിന്നെയും കൂടി വരുവുള്ളൂ എന്നുള്ളതാണ്. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? സംഗതി ശരിയാണ്, ഇതിൽ വാസ്തവമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് SWP ചെയ്യേണ്ട പോലെ ചെയ്യണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് SWP ചെയ്താൽ നമുക്ക് ആ SWP ആരംഭിക്കുന്ന സമയത്തുള്ള കോർപ്പസ് അവിടെ തന്നെ നിലനിർത്താം, അത് പിന്നെയും ഗ്രോ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് വേണം? കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം, ലിമിറ്റഡ് ആയിരിക്കണം നമ്മുടെ ആ ഒരു വിഡ്രോവൽ. ലിമിറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, നമുക്കൊരു വർഷം നമ്മുടെ കോർപ്പസിന്റെ 6% വരെയൊക്കെ മാത്രം പിൻവലിക്കുക, അതിൽ കൂടുതൽ പിൻവലിക്കാണ്ടിരിക്കുക. സപ്പോസ് നിങ്ങളിപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏതാണ്ട് 1 കോടിയോളം ഉണ്ടാക്കിയിട്ടുണ്ട്. 1 കോടി രൂപയുടെ കോർപ്പസ് താങ്കൾക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പം താങ്കൾക്ക് SWP ആരംഭിക്കണം. അപ്പോൾ എത്ര വരെ വിഡ്രോ ചെയ്യാം? ഒരു വർഷം പരമാവധി 6% വരെ എന്ന ലിമിറ്റ് വെക്കുക. എത്ര വേണം വിഡ്രോ ചെയ്യാൻ കേട്ടോ, അതിൻ്റെ അർത്ഥമൊന്നുമില്ല. പക്ഷെ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ലിമിറ്റാണ് എന്ത്? 6% ഒക്കെ. അപ്പോൾ 1 crore-ന്റെ 6% എന്ന് പറയുമ്പം 6 ലക്ഷം വരും. ഈ 6 ലക്ഷം ഒരു മാസം എത്ര വെച്ച് വരും പിൻവലിക്കുമ്പോൾ? ഒരു വർഷമാണല്ലോ 6 ലക്ഷം, ഒരു മാസം 50,000 രൂപ വെച്ച്. അങ്ങനെ വെച്ച് വിഡ്രോ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല. അങ്ങനെ വിഡ്രോവൽ നടന്ന് അങ്ങോട്ട് പോകും. ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പം ചെക്ക് ചെയ്യുക, പ്രിൻസിപ്പൽ എമൗണ്ട് അവിടെ എത്രയുണ്ട്, ഇനി എത്ര ശേഷിക്കുന്നുണ്ട്. അത് ചിലപ്പം 1 കോടി ആയിരിക്കും, ചിലപ്പോൾ 1 കോടിക്ക് മുകളിൽ കാണും. മിക്കവാറും 1 കോടിക്ക് മുകളിൽ കാണാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഇതൊക്കെ കേട്ടോ. 1 കോടിക്ക് മുകളിൽ കുറച്ചധികം മുകളിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ SWP എമൗണ്ട് വേണമെങ്കിൽ മാറ്റം വരുത്താം. എത്രയാണോ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ 6% ആക്കാം അടുത്ത ഒരു വർഷം. അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കോർപ്പസ് നമുക്കിവിടെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി പറ്റും. അതിന് ഒരു ഗ്രോത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ്, വിഡ്രോവൽ നടക്കുകയും ചെയ്യും. ചിലരൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ, എൻ്റെ കയ്യിൽ 50 ലക്ഷം രൂപയുണ്ട്, ആ 50 ലക്ഷം രൂപ ഞാൻ ലംസമായിട്ടൊരു ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു, ശേഷം എന്താണ്, അടുത്ത മാസം പോലെ SWP ആരംഭിക്കുന്നു, അങ്ങനെ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ഉപയോഗിച്ച് മറ്റൊരു ഫണ്ടിൽ SIP ആരംഭിക്കുന്നു എന്നൊക്കെ. ഇതൊന്നും വലിയ നേട്ടമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. ശരിക്ക് SWP ചെയ്യാതെ നിങ്ങളുടെ ആ ഒരു എമൗണ്ട് അവിടെ തന്നെ ഗ്രോ ചെയ്യാൻ വേണ്ടി വിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ SWP രീതിയിൽ ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കണം. ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഫണ്ടിലായിരിക്കണം. നമ്മുടെ റിസ്ക് പ്രൊഫൈലിന്, നമ്മുടെ ഗോളിന് യോജിക്കുന്ന രീതിയിലുള്ള ഫണ്ടിൽ അല്ലെങ്കിൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തൊരു കോർപ്പസ് ഉണ്ടാക്കുക. തീർച്ചയായിട്ടും നല്ലൊരു വെയിറ്റിംഗ് ടൈം കൊടുക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്. അവനൊന്ന് മച്യൂരിറ്റിയിലേക്ക് എത്തട്ടെ, ഒരു ഗ്രോത്ത് ഒക്കെ അവന് കിട്ടട്ടെ. അതിനുശേഷം മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ SWP ആരംഭിക്കുക. പരമാവധി ഒരു വർഷം നമ്മുടെ ആ കോർപ്പസിന്റെ 6% മാത്രം വിഡ്രോ ചെയ്യുക. ഇങ്ങനെയൊക്കെ പോവുകയാണ് എങ്കിൽ SWP എന്ന രീതി വഴി നമുക്കൊരു വരുമാനം കൃത്യമായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ജീവിതകാലം മുഴുവനൊക്കെ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.